നമ്മളിപ്പോൾ മാണ്ഡവി ബീച്ചിനടുത്തുള്ള വിജയ് വിലാസ് പാലസിൻ്റെ കയറാനായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റ് ഒരാൾക്ക് 70 രൂപയാണ്. അരമണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. വീഡിയോ ക്യാമറ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 200 രൂപ എടുക്കണം. സ്റ്റിൽ ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100 രൂപ കൊടുക്കണം അഡീഷണലായിട്ട്. പാലസിൻ്റെ ഗേറ്റിനകത്ത് കടന്നു. ക്യാമ്പസിനകത്ത് കോമ്പൗണ്ടിനകത്ത് കടന്നിട്ടുണ്ട്. കുറേ ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാലസ് കാണാനായിട്ട് കഴിയും. ഇത്രയേ ഉള്ളൂ പാലസ്. പാലസിനകത്തൊക്കെ നമുക്ക് കയറാം. ഇത് 3 നില കെട്ടിടമാണ്. 3ാമത്തെ നിലയിൽ ടെറസിൽ അതിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇതാണ് വിജയ് വിലാസ് പാലസ്. കച്ചിലെ രാജാവിൻ്റെ വേനൽക്കാല കൊട്ടാരമാണ്. വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് വിജയ് വിലാസ് പാലസ്. ഇത് 1920 പണി തുടങ്ങി 1929 പൂർത്തിയാക്കിയ കൊട്ടാരമാണ്. 2001 ഭൂകമ്പ സമയത്ത് ഇവരുടെ കച്ചിലെ കൊട്ടാരം ആയിനമഹളാന്ന് തോന്നുന്നു, അത് ഏകദേശം ഡാമേജ് ആയിപ്പോയി. ആ സമയത്ത് പൂർണ്ണമായിട്ടും രാജാവിൻ്റെ കുടുംബം ഇവിടാണ് താമസിച്ചിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊട്ടാരം തന്നെയാണ് വിജയ് വിലാസ് പാലസ്. ഇതാണ് കച്ച് മഹാരാജാവായിരുന്ന മഹാരാജ ധീരജ് മിർസ. ഇവിടെ ഒരു പീരങ്കിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു രാജാവാണ്. പീരങ്കിപ്പടയൊക്കെ അവർക്കുണ്ടായിരുന്നു. 2 പീരങ്കി ഇവിടെ കാണാൻ കഴിയും. അവിടെ ഒരു പീരങ്കി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കൊട്ടാരത്തിൻ്റെ. പട്ടിക്ക് യാതൊരു കുറവുമില്ല. ഇഷ്ടംപോലെ പട്ടികളിങ്ങനെ വരുന്നുണ്ട്. പട്ടികളെ പേടിച്ച് പട്ടി തള്ളയുടെ പാല് കുടിക്കാൻ കിടന്ന് ഓടുന്നേ. പിന്നെ മറ്റൊരു വശത്തെ വ്യൂ ആണ്. പാലസിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുകയാണ്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നാലാമത്തെ വശത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. വിസിറ്റർ എങ്ങനെയാണ് എന്റർടൈൻ ചെയ്യുന്നത് നല്ലോണം. ഇവിടെ ഓരോ റൂമുകളൊക്കെയാണ്. അവിടെ സോഫകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ബാങ്കറ്റ് ഹാൾ. ഇവരുടെ കിടപ്പുമുറിയാണ്. രണ്ടാമത്തെ നിലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റെപ്പുകൾ. നല്ല ഹൈറ്റിൽ കയറി പോകണം. എനിക്ക് തോന്നുന്നു അങ്ങ് ടോപ്പിലെത്തി. നമ്മളൊരു നില സ്കിപ്പ് ചെയ്തു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ കണ്ട പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോർ കണ്ടിട്ട് നമ്മൾ നേരെ അങ്ങ് ടെറസിലോട്ട് കയറ്റിവിടുകയാണ് ചെയ്തത്.
ബാക്കി നിലയിൽ അവർ താമസമായിരുന്നു കാണും, അതുകൊണ്ടാണ് നമ്മളെ കയറ്റാത്തത്. ഇവിടെ 2 സ്പൈറൽ ഗോവണിയുണ്ട്, ഒന്ന് മേളിലോട്ട് കയറാനും താഴോട്ടിറങ്ങാനുമാണ്. ഏറ്റവും മേളി വരെ നമുക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ നോക്കി ഏറ്റവും മേളിൽ കയറി ഇവിടെ നോക്കിയാൽ 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിജയവിലാസ് പാലസിൻ്റെ കാഴ്ചകൾ. കടൽ അടുത്താന്ന് പറഞ്ഞിട്ടും കടൽ കാണുന്നില്ല, കുറേ ദൂരം നടക്കേണ്ടി വരും കടൽ കാണാനായിട്ട്. നമ്മൾ കയറി വന്ന വഴി കൂടെ അല്ല ഇറങ്ങിപ്പോകേണ്ടത് ഈ ഒരു ഗോപുരത്തിൽ കൂടാണ്. സ്റ്റെപ്പുണ്ട് താഴോട്ടിറങ്ങാനായിട്ട്. സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞു, അപ്പം ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിലൂടെ പോയി ചെരുപ്പെടുക്കണം.